Hi friends, I hope you practice well and watch my videos. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3 വാക്കുകളെ കുറിച്ചാണ്. ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഒന്നാമത് sometimes, somewhere, something. ഇതൊക്കെ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് സംതിങ്ങിനെ കുറിച്ച് പഠിക്കാം. സംതിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അല്ലെങ്കിൽ എന്തോ എന്നൊക്കെയുള്ള ഒരു മീനിങ് ആട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, അവൻ്റെ മനസ്സിലിപ്പോൾ എന്തോ ഒന്നുണ്ട്. അത് നമുക്ക് സംതിങ് വെച്ച് പറയാം. ഇങ്ങനെ പറയും, ദർ സംതിങ് ഇൻ ഹിസ് മൈൻഡ്. ദർ സംതിങ് ഇൻ ഹിസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ അവൻ്റെ മനസ്സിലിപ്പോൾ എന്തോ ഒന്നുണ്ട് എന്നാണ്. എനിക്കിപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണം. ഐ നീഡ് സംതിങ് ടു ഈറ്റ്. ഐ നീഡ് സംതിങ് ടു ഈറ്റ്. ഓക്കെ, നിനക്കിപ്പോൾ എന്തെങ്കിലും കഴിക്കാൻ വേണോ? ഇഷ്ടമുണ്ടോ? വുഡ് യു ലൈക്ക് സംതിങ് ടു ഈറ്റ്? വുഡ് യു ലൈക്ക് സംതിങ് ടു ഈറ്റ് എന്നാ ചോദിക്കുക. ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ്. അവൾക്ക് അവളുടെ ഫ്രണ്ട്സിന് എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്നു, എന്തെങ്കിലും വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. ഹി വാണ്ട്സ് ടു ബൈ സംതിങ് ഫോർ ഹെർ ഫ്രണ്ട്, അല്ലെങ്കിൽ ഷി വാണ്ട്സ് ടു ബൈ സംതിങ് ഫോർ ഹെർ ഫ്രണ്ട്സ് എന്നാ പറയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് സംവെയർ. സംവെയർ എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും, എവിടെയോ എന്നുള്ളൊരു മീനിങ്ങാണ്. നീ എൻ്റെ ബുക്ക് എവിടെയെങ്കിലും കണ്ടോ? ഹാവ് യു സീൻ മൈ ബുക്ക് സംവെയർ? Have you seen my book somewhere? Repeat after me. Have you seen my book somewhere? എന്ന് പറഞ്ഞാൽ നീ എൻ്റെ ബുക്ക് എവിടെയെങ്കിലും കണ്ടോ? ഇത് വെച്ച് നിങ്ങൾക്ക് പല ക്വസ്റ്റ്യൻസും ഉണ്ടാക്കാം. നീ എൻ്റെ പാൻ എവിടെയെങ്കിലും കണ്ടോ എന്നാണെങ്കിലോ, ഹാവ് യു സീൻ മൈ പാൻ സംവെയർ? നീ എൻ്റെ പാൻ എവിടെയെങ്കിലും കണ്ടോ? ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ. ചില ഞാൻ എൻ്റെ ഫോണ് എവിടെയോ വെച്ചു, പക്ഷെ എവിടെയെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അതെങ്ങനെ പറയും? ഐ പുട്ട് മൈ ഫോൺ സംവെയർ ബട്ട് ഐ ക്യാൻ റിമെമ്പർ വെയർ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഫോൺ എവിടെയോ വെച്ചു, പക്ഷേ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല, ഞാൻ മറന്നുപോയി എന്നാണ് അർത്ഥം കേട്ടോ. അപ്പോൾ എങ്ങനെ? ഐ പുട്ട് മൈ ഫോൺ സംവെയർ ബട്ട് ഐ ക്യാൻ റിമെമ്പർ വെയർ എന്നാണ്. നെക്സ്റ്റ് ഒരു എക്സാമ്പിളാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാൻ സംടൈംസ്. സംടൈംസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ, ചില സമയങ്ങൾ എന്നൊക്കെയാണ്. ചില സമയങ്ങൾ ഞങ്ങൾ ലഞ്ച് വൈകിയാണ് കഴിക്കാറ്. അതെങ്ങനെ പറയും? വി സംടൈംസ് ഈറ്റ് ലഞ്ച് ലേറ്റ്. വി സംടൈംസ് ഈറ്റ് ലഞ്ച് ലേറ്റ് എന്ന് പറഞ്ഞാൽ ചില സമയങ്ങൾ ഞങ്ങൾ ലഞ്ച് വൈകിട്ടാണ് കഴിക്കാറെന്നാണ് അർത്ഥം കേട്ടോ. നെക്സ്റ്റ് എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ചില സിറ്റുവേഷനിൽ സൈലൻസ് ആയിരിക്കും, മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലതല്ലേ. അപ്പം നമുക്ക് പറയാം സൈലൻസ് ആണ് ഏറ്റവും നല്ല ആൻസർ. സംടൈംസ് സൈലൻസ് ഈസ് ദ ബെസ്റ്റ് ആൻസർ. ചില സമയങ്ങളിൽ സൈലൻസ് ആണ് ഏറ്റവും നല്ല ആൻസർ. സംടൈംസ് സൈലൻസ് ഈസ് ദ ബെസ്റ്റ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് സംടൈംസ് വെച്ചിട്ട് വേറൊരു എക്സാമ്പിൾ പറയാം. ചില സമയങ്ങളിൽ എവിടെയാണ് എൻ്റെ ഫോൺ വെച്ചതെന്ന് എനിക്ക് ഓർമ്മയുണ്ടാവില്ല. അത് നമുക്ക് എങ്ങനെ പറയാം? ഐ സംടൈംസ് ഫോർഗെറ്റ് വെയർ ഐ പുട്ട് മൈ ഫോൺ. ചില സമയങ്ങളിൽ എവിടെയാണ് എൻ്റെ ഫോൺ വെച്ചതെന്ന് ഞാൻ മറന്നു പോകാറുണ്ട്. എങ്ങനെയാ? ഐ സംടൈംസ് ഫോർഗെറ്റ് വെയർ ഐ പുട്ട് മൈ ഫോൺ. ഓക്കെ, അപ്പോൾ നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഇറ്റ്സ് വെരി സിമ്പിൾ. നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.